ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് മാച്ച് നമ്പർ 80 ആണ്. ICC വേൾഡ് കപ്പിൻ്റെ മാച്ച് നമ്പർ 80 ഇന്ത്യ വേഴ്സസ് നമീബിയ തമ്മിലുള്ള മത്സരമായിരുന്നു. ഇന്നത്തെ ടോസ് നേടിയ നമീബിയ ഇന്ത്യനെ ആയിരുന്നു ബാറ്റിങ്ങിന് അയച്ചത്. അപ്പോൾ ഇന്ത്യയുടെ തുടക്കം ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ സഞ്ജു സാംസണും അതുപോലെ തന്നെ ഇഷാൻ കിഷനും കൂടി തുടങ്ങി. 8 ബോളിൽ നിന്ന് 3 സിക്സും 1 ഫോറും അടക്കം 22 റൺസാണ് സഞ്ജു സാംസൺ സ്വന്തമാക്കിയത്. പക്ഷേ സഞ്ജുവിൻ്റെ ഒരു തുടങ്ങിയൊരു കത്തിക്കയറ്റം പിന്നീട് ഉണ്ടായിരുന്നില്ല. 2 ഓവറിൽ പുള്ളിയുടെ വെട്ടിക്കെട്ട് തീർന്നു. പിന്നെ ഇഷാൻ കിഷൻ 61 റൺസ് സ്വന്തമാക്കി. അദ്ദേഹത്തിന് മികച്ചൊരു ഇന്നിങ്സ് ഇന്നത്തെ മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ തിലക് വർമ്മ 25 റൺസ്, പിന്നീട് വന്ന ഹാർദിക് പാണ്ഡ്യ 52 റൺസും ശിവൻ ദുബെ 23 റൺസും സ്വന്തമാക്കി. പിന്നീട് അങ്ങോട്ട് ആർക്കും തന്നെ ബാറ്റിംഗ് നിരയിൽ തിളങ്ങാനായില്ല. റിങ്കു സിംഗ്, അക്ഷർ പട്ടേലും വരുൺ ചക്രവർത്തി, അർഷദീപ് സിംഗ് ഇവരെല്ലാവരും ഔട്ടാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നല്ലൊരു ബാറ്റിംഗ് നിര അവസാന ഓർഡറുകളിൽ റിങ്കു സിംഗൊക്കെ നന്നായിട്ട് കളിക്കുമെന്ന് വിചാരിച്ചത്, പക്ഷേ പുള്ളിയുടെ കയ്യിൽ നിന്നൊക്കെ പോയി കളി. മറുപടി വരെ ഇറങ്ങിയ നമീബിയ 10 വിക്കറ്റ് നഷ്ടത്തിൽ 116 റൺസ് മാത്രമാണ് 18.2 ഓവറിൽ എടുക്കാൻ സാധിച്ചുള്ളൂ. അവിടെ ബാറ്റിംഗ് നിലയിൽ ആർക്കും തന്നെ നല്ല രീതിയിൽ കളിക്കാനായില്ല എന്ന് പറയേണ്ടി വരും. ഇന്ത്യക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റ്, അർഷദീപ് സിംഗ് 1, ശിവൻ ദുബെ 1, ജസ്പ്രീത് ബുംറ 1, വരുൺ ചക്രവർത്തി 3 വിക്കറ്റ്, അക്ഷർ പട്ടേൽ 2 വിക്കറ്റ്. ബോൾ ചെയ്ത എല്ലാവരും വിക്കറ്റ് എടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്നത്തെ മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചത്. 116 നമീബിയ ഓൾ ഔട്ടായി. 93 റൺസിൻ്റെ വിജയമാണ് ഇന്ത്യക്ക് ഇന്നത്തെ മത്സരത്തിനകത്ത് സ്വന്തമാക്കാനായത്. ഇനി ഇന്ത്യയുടെ അടുത്ത മത്സരം വരുന്നത് 15-ാം തീയതി ഞായറാഴ്ചയാണ്. പാകിസ്ഥാനെതിരായിട്ടാണ് അടുത്ത മത്സരം വരുന്നത് കൊളംബോയിൽ വെച്ച്. അപ്പോൾ തീ പാറുന്നൊരു പോരാട്ടം തന്നെ കാണാൻ സാധിക്കുന്നു. പ്രതീക്ഷിക്കാം സഞ്ജുവിന് ഇന്നത്തെ ഒരു മത്സരം നിർണായകം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് കളിക്കാൻ അത്യാവശ്യം സാധിച്ചില്ല. 22 റൺസ്, 8 ബോളിൽ 22 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. കുറച്ചും കൂടി ഒന്ന് നിന്നായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒന്നുകൂടി ഒന്ന് പിടിച്ച് നിൽക്കാമായിരുന്നു. പക്ഷേ കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറയേണ്ടി വരും. അടുത്ത മത്സരം കളിപ്പിക്കുമോ എന്നറിയില്ല. പാകിസ്ഥാനെതിരായിട്ടാണ്. അപ്പോൾ അഭിഷേക് ശർമ്മ പനി കാരണം അദ്ദേഹത്തിന് വിശ്രമമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ മത്സരത്തിന് സഞ്ജുവിനെ ഇറക്കിയതെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ പാകിസ്ഥാനെതിരായ മത്സരത്തിനകത്ത് അഭിഷേക് ശർമ്മ വരാണെങ്കിൽ സഞ്ജുവിന് സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.